നല്ല തുറക്കും, മഴ പെയ്യുന്നുണ്ട്. ഇപ്പം എന്താ വെതർ എന്നറിയോ? നല്ല ചൂടുണ്ട്. പക്ഷെ ജാക്കറ്റ് ഊരണമെന്ന് നമുക്ക് വിചാരിക്കും, പക്ഷെ ഊരരുത്. ഭയങ്കര തണുപ്പാ ജാക്കറ്റ് ഊരിയാൽ. ഇട്ടാ ചൂടും ഊരിയാ തണുപ്പാണ്. എന്ത് ചൂടാ! അയ്യോ, യൂറോപ്പിലെ തന്നെ ഗോത്തിക് കത്തീഡ്രലിൽ ഒന്നാണിത്. ഇത് പണിയാനില്ലേ 250 ഇയേഴ്സ് അവർക്ക് എടുത്തോല. 250 വർഷം എടുത്തിട്ടാണ് അവർ ഇത് പണിത് കഴിഞ്ഞത്. തീരുമെന്ന് പോലും അറിയാണ്ടാണ് അവർ പണിത് തുടങ്ങിയത്. അത്രയും ഓൾഡായിട്ടുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചതാട്ടോ, 1200 അവർ പണിത് തുടങ്ങിയിട്ട് ഇത് കഴിഞ്ഞത് 1400. 250 വർഷങ്ങൾക്ക് മുമ്പ് അവർ പണി കഴിച്ച ആ കത്തീഡ്രലിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ. ഇപ്പം ഞാൻ ഉള്ളതും ആ സെയിം കത്തീഡ്രലിൻ്റെ ഉള്ളിലാട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കാണുന്ന വ്യൂ കാണിച്ചു തരട്ടെ. സോ ഞാൻ കത്തീഡ്രലിൻ്റെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. എൻ്റെ മോനെ സീൻ 20 പൗണ്ടിന് വേർത്ത്. അതിൻ്റെ ഉള്ളിൽ കയറിയില്ലെങ്കിൽ നഷ്ടം. മസ്റ്റായിട്ട് ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറണം കേട്ടോ. 6 പൗണ്ടും കൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൺ സൈഡിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഈ കത്തീഡ്രലിൻ്റെ സൈഡിൽ കൂടെ പുറത്ത് ഔട്ട് സൈഡ് മുകളിൽ നടക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഞാൻ കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ഷാമ്പിളിലാണ് നിൽക്കണേ. ഈ ഷാമ്പിളിൽ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ ഹാരി പോട്ടർ വൈബാട്ടോ തരണേ. ഈ ഫോണിൽ കാണുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണുന്നതിൻ്റെ അത്ര ഫോണിൽ എത്ര എടുത്താലും നമുക്ക് കിട്ടൂലല്ലോ. പക്ഷെ ഭയങ്കര അടിപൊളി. ശരിക്കും നമ്മൾ ഹാരി പോട്ടർ മൂവി സെറ്റിൽ നിൽക്കുന്ന കണക്കുണ്ട്. Ta-da! Shambles spicy fries. Nine out of 10. Ta-da! ഇത് ഭയങ്കര അഡിക്റ്റാ. ആപ്പിൾ ആൻഡ് ബ്ലാക്ക്ബെറി ക്രംബിൾ. റെഡാവും. സ്പോട്ട് നമ്പർ 3 അടുത്ത് പോകാൻ പോകുന്നതാണ് സിറ്റി യോർക്ക് സിറ്റി വാൾ. പണ്ട് കാലത്ത് ഇവർക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം, ഈ മതിൽ ഫസ്റ്റ് അവർ ഉണ്ടാക്കിയത്. ഏകദേശം ഈ ചുറ്റും ഒരു 3.5 കിലോമീറ്റർ ഉണ്ട്. നമുക്കത് മൊത്തം നടന്ന് കാണണം. ലെറ്റ്സ് ഗോ. അങ്ങറ്റം വരെ നടക്കാനുണ്ട്. നമ്മൾ അത്ര ദൂരം അവിടുന്ന് ഇവിടെ വരെ നടന്നതാണ് നമ്മൾ. ഇനി അങ്ങോട്ട് അത്യാവശ്യം എല്ലാം കാണാൻ പറ്റും കേട്ടോ അവിടെ നിൽക്കുമ്പോൾ തന്നെ. സക്സസ്ഫുള്ളി നമ്മൾ ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി പുറത്തിറങ്ങാം. ബൈ. ഞാനില്ലേ ഒന്ന് ഫ്രഷ് ആവാൻ പോയതാണ് എൻ്റെ റൂമിൽ. ഞാൻ ജസ്റ്റ് ഫോണൊന്നും ചാർജിൽ ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ റൂം എത്തിയപ്പോൾ 6:30 എന്നിട്ട് എനിക്കൊരു 7-8 മണിയാകുമ്പോൾ പുറത്തിറങ്ങിയിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാവുന്ന മൈൻഡിലിരിക്കുകയായിരുന്നു. ഞാൻ കിടന്നത് ഉറങ്ങിപ്പോയി. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം തോന്നുന്നുണ്ട്. ഞാൻ കിടന്നത് ഉറങ്ങിപ്പോയി. ഇപ്പം എത്ര മണിയാണെന്നറിയോ? ഇവിടെ 9:30 10 മണിയാവാൻ പോകുന്നുണ്ട്. പണിയെടുക്കാൻ മാത്രമേ മടിയുള്ളൂ, അല്ലാതെ ഒരു കാര്യത്തിന് എനിക്ക് മടിയില്ല. അപ്പോൾ നൈറ്റ് ടൈമിൽ ഷാമ്പിൾസ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
നമ്മൾ കണ്ണിൽ കൊണ്ട് കാണുന്നത് പോലെ ഒരിക്കലും നമുക്ക് ഫോട്ടോയിൽ വരില്ല കേട്ടോ. കാരണം ഫോട്ടോയിൽ വീഡിയോയിൽ എടുത്തതുപോലെ അല്ല എനിക്ക് നേരിട്ട് കാണാൻ. രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ്.